സർ, പി വി അൻവറിനെ പൂട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണല്ലോ. കാരണം ഉണ്ടായിരുന്നതിനേക്കാൾ 5 ഇരട്ടിയാണ് സ്വത്തുക്കൾ വർദ്ധിച്ചിരിക്കുന്നത്. 5 ഇരട്ടി എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അൻവർ ഒരു പാർട്ടിയിലുമില്ല. എന്താ പറയുക, നിലം തൊടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അൻവർ ഇനി ആഫ്രിക്കയിലേക്ക് സ്വർണ്ണഖനികളിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങ് ആഫ്രിക്കയിലേക്ക് പറക്കുന്നതിന് മുമ്പ് ED എത്തി പൂട്ടാനുള്ള സാധ്യതകളാണല്ലോ കാണുന്നത്. ഇതിപ്പം 5 ഇരട്ടിയായിട്ട് സ്വത്ത് വർദ്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ വിഹിതമായ മാർഗത്തിലൂടെ ആയിരിക്കണം. നമ്മൾ കൊണ്ടിട്ടുള്ളതാണല്ലോ കപ്പലണ്ടി അൻവറാണെങ്കിൽ അവിഹിതമാണല്ലോ സർ. ആണ്. ഇത് നമുക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നോക്കൂ, MK കണ്ണൻ പാർട്ടിയുടെ കോഴിക്കോട്ടെ പ്രമുഖനായിട്ടുള്ള നേതാവ്. കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന ആളുടെ വരുമാനം എത്ര വരും ദിവസം? ഒരു 300 രൂപ വരും. ഇപ്പോൾ കോടീശ്വരനാണ്, കോടികളുള്ള ആളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാം, ഈ വീട്ടിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ, അടിച്ചുവാരൽ ഒരു സ്ഥാപനത്തിൽ നടത്തിയിരുന്ന ഒരാളിൻ്റെ മകൻ രാഷ്ട്രീയത്തിലിറങ്ങി. പേരൊന്നും പറയുന്നത് ശരിയല്ല. ഇന്നിപ്പോൾ ചന്ദന മാളികകളുടെ ഉടമയാണ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ആസ്തികൾ എത്രമാത്രം വർദ്ധിച്ചിട്ടു എന്ന് പറയാം. ആർക്കാ വർദ്ധിക്കാത്ത പാവം ഒരു നേതാവേ ഉള്ളൂ. ഞാൻ CPM നോക്കുമ്പോൾ കാണുന്നത് PK ഗുരുദാസൻ എന്ന് പറയുന്നതാണ്. പാർട്ടി തന്നെ വീട് വെച്ച് കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പണത്തിന് പഞ്ഞമായതുകൊണ്ട്. അതിനിടയ്ക്കാണ് ഇത് നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് 5 ഇരട്ടിയായിട്ടോ 6 ഇരട്ടിയായിട്ടോ ഒക്കെ വർദ്ധിച്ചു കൊള്ളട്ടെ, നല്ല ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ടാണ്. പക്ഷേ KFCയിൽ നിന്ന് ലോൺ എടുത്ത ആളിൻ്റെ വരുമാനം പെട്ടെന്ന് വർദ്ധിച്ചിട്ടും അദ്ദേഹം 5 പൈസ പോലും തിരിച്ചടയ്ക്കാതിരുന്നു. KFC എന്ന് പറയുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സംഘടന കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണോ? അപ്പോൾ ബാങ്കുകളെ വലിയ വ്യവസായികളൊക്കെ കബളിപ്പിച്ചുകൊണ്ട് പോയതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ, അതുപോലെ IDBI ബാങ്കിനെയൊക്കെ പ്രമുഖ വ്യവസായികൾ കബളിപ്പിച്ചു കൊണ്ടുപോയത് തന്നെ ഒരു കബളിപ്പിക്കൽ. നമ്മൾ നോക്കൂ, സാധാരണക്കാരനായ ഒരാൾ ആ സഹകരണ ബാങ്കിൽ നിവർത്തികേട് കൊണ്ട് ഭാര്യയുടെ ചികിത്സയ്ക്കോ സ്വന്തം ചികിത്സയ്ക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഒരു ലോൺ എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞ തീയതിക്ക് ബോണ്ട് പ്രകാരം അത് തിരിച്ചടങ്ങില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീടിൻ്റെ മുകളിൽ ജപ്തി നോട്ടീസ്. ആ ജപ്തി നോട്ടീസ് കണ്ട് ആത്മഹത്യ ചെയ്ത എത്രയോ കർഷകരെ നമുക്കറിയാം. എത്രയോ പേരുണ്ട് ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. പലതും വാർത്തകളായിട്ട് വരാറേ ഇല്ല, ആത്മഹത്യകളായിട്ട് അവസാനിക്കുക ചെയ്യുക, അങ്ങനെയുണ്ട്. അപ്പോഴാണ് ഈ PV അൻവറിന് എന്താ കൊമ്പുണ്ടോ? കൊമ്പൊടിഞ്ഞില്ലേ? അമറിൻ്റെ കൊമ്പൊടിഞ്ഞിപ്പോൾ രാഷ്ട്രീയ വനവാസത്തിലായിട്ടും അയാൾ ധിക്കാരമായിട്ട് പറയുന്നത് ED ആരുടെ കാര്യം അന്വേഷിക്കാത്തതെന്ന്, എല്ലാവരുടെയും കാര്യം അന്വേഷിക്കും. പുല്ല് പോലെയാണ് വില വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വില വെക്കാതെ വരുന്നുണ്ടെങ്കിൽ അൻവറിന് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഹോൾഡ് ഉണ്ടെന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? രാഷ്ട്രീയത്തിൽ ഹോൾഡ് തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം ഇപ്പോൾ LDFിൽ നിന്ന് പുറത്തു പോയിട്ട് അദ്ദേഹം UDFിലേക്ക് മാറാൻ ശ്രമിച്ചു. അവിടെ കണ്ടീഷൻസ് വെച്ചതുകൊണ്ട് VD സതീശൻ വേണ്ടെന്ന് വെച്ചു. എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കേരളത്തിൽ പ്രബലമായിട്ടുണ്ട്. അതിപ്പോൾ CPM നടത്തിയാലും കുഴപ്പമില്ല, കോൺഗ്രസ് നടത്തിയാലും കുഴപ്പമില്ല, അതുണ്ട്. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും ഇവരൊക്കെ. എന്തു നീചമായ പ്രവൃത്തിയും ആദർശങ്ങളൊക്കെ കാറ്റിലോട്ട് അങ്ങ് പറത്തിവിടും. വെള്ളരി പ്രാവുകൾ അവരെ പറത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭാരം തീർന്നല്ലോ. പിന്നെ നമുക്ക് ഡീലാണ്, അണ്ടർ കറൻസ് ആണല്ലോ, അടിയൊഴുക്കുക. ആരാരെയെന്നറിയില്ല, അൻവറിൻ്റെ വോട്ടും വേണം ഞങ്ങൾക്ക് അവിടെ ജയിക്കാൻ എന്നും പറഞ്ഞ് ഇപ്പോൾ അതിന് ചുറ്റും ആൾക്കാർ ചെന്ന് കാണും. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രീയ ബലം തന്നെയാണത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി തീർന്നു. തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു, പിന്നെ DMK എന്ന് പറഞ്ഞു, പിന്നെ സ്വന്തമായിട്ടൊരു പാർട്ടി അങ്ങ് രൂപവൽക്കരിച്ച് അങ്ങനെ മത്സരിച്ചു, തീർന്നു. അദ്ദേഹത്തിന് MN കാരശ്ശേരി മാഷ് വരെ ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം എന്നൊക്കെ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൗശലം എവിടെ പോയി മാഷേ? ഇതൊക്കെ മാഷിന് ശരിയായിട്ട് സാഹിത്യം അറിയാം, ഭാഷ അറിയാം, രാഷ്ട്രീയം അറിയത്തില്ല. മാഷിൻ്റെ പ്രവചനങ്ങൾ തെറ്റി. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് മാത്രമല്ല മതപരമായിട്ടും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരാളാണ്. അപ്പോൾ ആ വോട്ടിനൊരു വിലയിട്ടിട്ടുണ്ട്. ആ വോട്ടിന് വിലയിട്ടിരിക്കുന്നത് CPM ആണോ? CPM വിലയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് കുറച്ച് അൻവറിനെ വെച്ചാണല്ലോ അവിടെ നേരെ അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് അത് ഹംസയാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഹംസയാണ് താൻ. ആ ഹംസയൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടത് ചെയ്യാം. പിണറായിയാണ് വിജയിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ PV അൻവർ ആ ചേരി തന്നെ നിൽക്കും. ഇത് പിണറായി തീർന്നു എന്ന് വിചാരിച്ചാൽ അദ്ദേഹം ആ പറഞ്ഞതൊക്കെ പറഞ്ഞത്.
ഇനി തിരിച്ചു വരാനും വലിയ താമസം ഉണ്ടാവില്ല. പക്ഷേ പിണറായി എന്ന് പറയുന്നത് അദ്ദേഹം ബദ്ധവൈരികളെ ശത്രുവായിട്ട് തന്നെ ആജീവനാന്തം കരുതുന്ന ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ആനക്കൊമ്പൻ്റെ വൈരമുണ്ടല്ലോ, ആനയുടെ വൈരം, ഗജവൈരം എന്ന് പറയും. ആ വൈരമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അത്ര ഈസി ആയിരിക്കില്ലെന്നെങ്കിലും പ്രാദേശികമായിട്ടാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യും. പ്രാദേശികമായിട്ടല്ലാതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അൻവർ ഒരു കാര്യമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ സാർ പറഞ്ഞതുപോലെ അൻവർ ഇപ്പൊ ഒന്നും അല്ലാതെ നിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന അൻവറിനെതിരെ പൂട്ടണമെങ്കിൽ ഒരുപാട് കേസുകൾ കേരള സർക്കാരിന്റെ കയ്യിൽ തന്നെയുണ്ട്. കാരണം അന്വേഷിക്കുന്നത് വിജിലൻസും കേരള പോലീസും ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായും ഇതിനകം തന്നെ അൻവറിനെ പിടിച്ച് അകത്തിടേണ്ടതാണ്. അതെ. പക്ഷെ അത് നടന്നിട്ടില്ല. ഇപ്പൊ ഇറങ്ങുന്നത് കേന്ദ്രമാണ്. അപ്പൊ കേന്ദ്രം ഇറങ്ങുമ്പോൾ ഇനി ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ പറയാ, വേട്ടയാടുന്നു എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചായതുകൊണ്ട് CPM-ന് പറയാനും സാധിക്കില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ലോൺ എടുത്ത് നടത്തിയ പരിപാടികൾ ഞാൻ പറയാം. മാലാങ്കുളം കൺസ്ട്രക്ഷൻസിന് 7.7 കോടിയും PVR ഡെവലപ്പേഴ്സിന്, അവരാണ് അവിടെ പരിസ്ഥിതി ദോഷകരമായിട്ടുള്ള സ്ട്രക്ചർ ഉയർത്തിയത്, 3.5 കോടിയും 1.56 കോടി രൂപയുമാണ് ലോൺ KFC അനുവദിച്ചത്. ഈ തുകകൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ബോണ്ടിൽ കാര്യങ്ങൾ പറയില്ല എന്തിനു വേണ്ടിയാണെന്നുള്ളത്. അപ്പം ഭവന ലോൺ എടുത്താൽ വീട് വയ്ക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ അളവ് മുഴുവൻ എടുക്കും, പ്ലിന്ത് ഏറിയ എൻ്റെ പ്ലാൻ ഇതെല്ലാം നോക്കുമല്ലോ. അങ്ങനെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു ലോൺ സംഘടിപ്പിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കല്ല ഈ തുക ഉപയോഗിച്ചത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കേ അല്ല. അപ്പോൾ കള്ളത്തരമല്ലേ ഇത്? ആ കള്ളത്തരം കാണിച്ചു. ബിനാമി ഇടപാടിൻ്റെ തെളിവുണ്ട്. അതുപോലെ തന്നെ മാലാങ്കുളം കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ താനാണെന്ന് അൻവർ സമ്മതിച്ചു. അത് വേറൊരാളുടെ പേര് വെച്ചിരിക്കുന്ന ബിനാമി ഇടപാടാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രോഡാണ്. ഇങ്ങനെ ഒരുപാട് ഗൗരവമുള്ള കേസുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരാണോ ഉടമസ്ഥ അവരുടെ പേര് സത്യസന്ധമായിട്ട് വെക്കണം. ബിനാമി ഏർപ്പാട്. അപ്പോൾ എന്തിനാണ് ബിനാമി ഏർപ്പാട് ചെയ്യുന്നത്? തനിക്ക് പണമൊന്നുമില്ല, തിരിച്ചടയ്ക്കാൻ പണമില്ല, പാപ്പരായിട്ട് പ്രഖ്യാപിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം അതല്ലേ പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, 9 പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞത്. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ബിനാമി ഏർപ്പാടുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് പേര് മാറ്റി വയ്ക്കുക. നമ്മുടെ ശബരിമല കേസിൽ റബ്ബർ തോട്ടം വിറ്റ് ഇതുപോലെ ഒരു ഏർപ്പാടാണ് ഇത് നടത്തിയത്. അതുപോലെ വരുമാനത്തിൽ 2014 ഇദ്ദേഹത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് 14.38 കോടി. ഇത് വന്നിട്ട് 2029 ആയപ്പോൾ 2021 തന്നെ 64.14. ഇപ്പം ഇതും കൂടിയിട്ട് ഇപ്പം 100 കോടി കവിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ED ഇത് കാണുന്ന ബിനാമി ഏർപ്പാടെന്ന് പറഞ്ഞ ഫ്രോഡാണ്. വകമാറ്റി തുക ചെലവഴിക്കുക എന്ന് പറയുന്ന ഫ്രോഡാണ്. അങ്ങനെ ഫ്രോഡുകളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ് അൻവർ എന്നിപ്പോൾ ED കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് നടപടി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. അൻവറിന് വീണ്ടും ഒരു അറസ്റ്റ് ആസന്നമായിരിക്കുകയാണ്. പിണറായി വിജയനും ഇതിൻ്റെ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. EDയെ എതിർത്ത് ആരാണ് ആദ്യം വരുന്നത് അവരായിരിക്കും അൻവറിൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.